ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഒരു അടിപൊളി ഒരു ബീച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന് പറഞ്ഞ ബീച്ചിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നല്ല വെയിലുണ്ട്. സമയം ഏകദേശം ഉച്ചയ്ക്ക് 3 മണി ആയിട്ടുള്ളൂ. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ബീച്ചിലെ കുറച്ച് രസകരമായ കാഴ്ചകൾ, സൂപ്പർ ബീച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ കേരളത്താണെന്ന് നമ്മൾ തോന്നുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വിദേശത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്. ഫുള്ള് വിദേശികളാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് നടന്നൊക്കെ പോകുന്നത് ഫുള്ള് ഫോറിനേഴ്സാണ്. ഏരിയയിൽ മൊത്തം പല രാജ്യത്തുള്ള ആൾക്കാർ വരുന്നൊരു ബീച്ചാണ്. ബീച്ച് നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. നമുക്ക് ഇതിലേക്കൂടെ നടന്നിട്ട് വേണം. നമ്മൾ താഴോട്ട് സ്റ്റെപ്പുണ്ട്, താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട്. ഇവിടെ കണ്ട ഫുള്ള് ഫോറിനേഴ്സ്. അവർ നല്ല ലൈഫെല്ലാം എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. Yeah. We are brothers. Yeah. Don't be doing contests, man. You don't know. I know. I don't be doing contests. You know, first it was the war, then people created countries. Okay. And you know the rest of the story, man. They start to fight between each other, you know. So now we are one. We are one big family. Okay. We are family brothers. No religions, no countries. You love music. ഓക്കെ. സോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴോട്ട് പോകാൻ. നമ്മൾ വർക്കല ബീച്ചിൻ്റെ താഴെ എത്തി. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാലുണ്ടോ, ബാക്കിൽ ഫുള്ള് കുന്നാണ്. ആ കുന്ന് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. ഫുള്ള് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ല സീസൺ ടൈം ആയതുകൊണ്ട് നല്ല ആൾക്കാരാണ്. നമുക്ക് ജസ്റ്റ് ബീച്ചിലേക്കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ ബീച്ച് വന്നാണല്ലോ നല്ല അടിപൊളിയാണ്. കാരണം ഒരു ചെറിയൊരു ഗോവ പോലെയാണ്. നല്ല ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ. എല്ലാവരും ഫുട്ബോൾ എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വേറെ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗോവയിലൊക്കെ പോയൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ ഈ ബീച്ചിലൊക്കെ കുളിച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഉപ്പുവെള്ളമല്ലേ, കടലിൽ ഉപ്പുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ബീച്ചിൻ്റെ ചേർന്ന് തന്നെ ഈ ഒരു കുന്നിൻ്റെ സൈഡിലായിട്ട്, അതായത് ഉപ്പില്ലാത്ത വെള്ളം, നല്ല നാച്ചുറലായിട്ടുള്ള വെള്ളമുണ്ട്. നമുക്ക് അതൊന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് പോകാം. വേണം അപ്പുറത്തുണ്ടോ? സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ബീച്ച് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഒരു ലണ്ടനിലുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ നമ്മളിവിടെയുള്ള ഒരു മലയാളി ഒരു പയ്യനുമാണ്. അവർ രണ്ടുപേരും എന്നും വൈകിട്ട് ഈ ബീച്ചിൽ വന്നിട്ട് ഈ ബീച്ചിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ അവർ
അവരുടെ സ്വന്തം അവർക്കൊരു ഇതിനകത്തൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്കൊരു സർവീസ് എന്നുള്ള രീതിയിൽ അവരിവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്യും. എന്നിട്ട് അവരൊരു കവറിനകത്താക്കി കൊണ്ടുപോകും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ കടലിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം ഇതുപോലെ കടലിലുള്ള ഒരുപാട് മീനുകൾക്ക് അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഹെൽപ്പാണ്. അവർ ഡെയിലി വന്ന് ഈവനിങ് ഇവിടെ ബീച്ച് വന്നിട്ട് പ്ലാസ്റ്റിക് എല്ലാം അവരൊരു കവറിലാക്കിയിട്ട് അവർ കൊണ്ടുപോകും. ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അത് നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മളും ഇതുപോലെ നമ്മളൊരിക്കലും ഒരു പ്ലാസ്റ്റിക് ഐറ്റംസ് ബീച്ച് ഏരിയയിലോ അല്ലെങ്കിൽ ബീച്ച് ഏരിയയിൽ നല്ല പ്ലാസ്റ്റിക് ഐറ്റംസ് ഇതുപോലെ പബ്ലിക് പ്ലേസിൽ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നെയാണ് അവർ നമുക്ക് മുമ്പ് കാട്ടിത്തരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. സോ വർക്കല ബീച്ചിൽ സൺസെറ്റിന് സമയമായി. സൺസെറ്റും കൂടെ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് ജസ്റ്റ് സൺസെറ്റും കൂടെ കണ്ടിട്ട് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പം സൺസെറ്റ് കൂടെ ഒന്ന് കാണാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നതിനാണ് നമ്മളെ കടലിൽ സൂര്യാസ്തമയവും അതുപോലെ തന്നെ കടലിലെ സൂര്യോദയം. അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കന്യാകുമാരിയിലൊക്കെ പോകുന്നത് കൊണ്ടാണ് കന്യാകുമാരിയിലെ സൺറൈസും അതുപോലെ തന്നെ സൺസെറ്റും ഒക്കെ കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് വർക്കലയിലെ സൺസെറ്റിന് സമയമായി. വർക്കലയിലെ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ നിർത്താം.